ജനലിന്റെ അടുത്ത് ജനലിലിരുന്ന് വിളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതായത് എനിക്ക് ബുദ്ധി വശം എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു തല. നിങ്ങൾക്ക് തുപ്പിയെ നന്നായിട്ട് അറിയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ കുറച്ചു നാളായിട്ട് തുപ്പിയുടെ കൂടെ ഒരുപാട് ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാളുടെ ഇന്റർവ്യൂ, ഈ മമ്മൂസ് എന്ന് പറയുന്ന കുട്ടിയുടെ, ഇനി 18 വയസ്സായതാണോ ആ കുട്ടി, അതിന് താഴെയാണോ ഏച്ചൊന്നും അറിയില്ല, എന്തായാലും ആ കുട്ടിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പറയുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമ്മുടെ സമൂഹത്തിലേക്ക് ഒരിക്കലും ഇട്ടുകൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രൈമിനെ പറ്റിയിട്ട് ആ കുട്ടി പറയുന്നുണ്ട്. ആ പറയുന്നത് വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ആ കുട്ടി പറയുന്നത്. ആ കുട്ടി ചെയ്ത ആ ഒരു ക്രൈമിനെ കുറിച്ച് വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. അത് മാത്രവുമല്ല, അപ്പുറത്തിരിക്കുന്ന ആങ്കറിന്റെ ഭാഗത്തു നിന്നും അതിനെ വളരെയധികം ഒന്നുമല്ലാത്ത രീതിയിൽ, അതായത് ആ ചെയ്ത ക്രൈം ഒന്നുമല്ല ഈ സമൂഹത്തിലെ, അത് സാധാരണയായിട്ട് അതൊരു ക്രൈം അല്ലാത്ത രീതിയിലേക്ക് നോർമലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയും, അത് മാത്രമല്ല, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അപ്പുറത്തിരിക്കുന്ന ആങ്കർ എന്ന് പറയുന്ന വ്യക്തി ഒരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എനിക്ക് കണ്ടപ്പോ അത്രയധികം എന്താ പറയാ, എങ്ങനെ പറ്റുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ആ സ്ത്രീക്ക് എങ്ങനെയാണ് ഈ വ്യക്തി പറഞ്ഞത് കേട്ട് ചിരിക്കാൻ തോന്നിയതെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പൊ എന്തായാലും ഈ മമ്മൂസിന്റെ ഇന്റർവ്യൂ നമുക്കൊന്ന് കാണാം. അതിൻ്റെ അകത്ത് വളരെ വലിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് വലിയ അലിഗേഷൻസ് ആണ് പറയുന്നത്. അത് അവർ നിസ്സാരമായിട്ടാണ് അവർ പറയുന്നതും ഇപ്പുറത്തിരുന്ന് ആങ്കർ റിപ്ലൈ കൊടുക്കുന്നതും. ആദ്യം തന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. പെട്ടെന്ന് മാറുന്ന, അപ്പൊ അങ്ങനെ നമ്മള് സിനിമയിൽ പോകുന്നു അല്ലെ. അപ്പൊ ഈ സിനിമയിലൊക്കെ പോകുമ്പോഴേ, ഇപ്പൊ ദർശ പഠിക്കാൻ പോയ ഒരു കുട്ടി പെട്ടെന്ന് മാറുന്ന, ഇറങ്ങി സിനിമക്ക് പോകുന്ന, ഇറങ്ങി വരുന്നത്, പിന്നെ സിനിമയിൽ പോകുന്നു. അപ്പൊ ഈ നാട്ടിലുള്ള ഒരു വീട്ടിലുള്ളവരൊക്കെ ഭയങ്കര നാട്ടുകാർ നടക്കണേപ്പാ. അതായത് നാട്ടുകാർ നമ്മളെന്തൊരു കുറ്റമാ. ഞാൻ കേട്ടെ, ശരിക്കും പറയാം, ഞാൻ നാട്ടിലൊരു എന്താണ് പച്ചവെള്ളത്തിൽ എന്താ പറയില്ല, അതിനെന്താ പറയാ, ഗുണ്ടെന്നല്ല, എന്താ പറയില്ല, ആൾക്കാർ വെറുതെ ഒരു സാധനം പറയില്ലേ, ആൾക്കാര് വെറുക്കുമ്പോൾ ഒരു കാര്യം പറയില്ല, ഞാൻ മറന്നു കേട്ടെ, നാറി, അങ്ങനെ എന്താണ് നാറി. ശരിക്കും പറഞ്ഞാൽ എന്റെ നാട് എന്ന് വെച്ചാല് കണ്ണൂർ, അറിയാം, കണ്ണൂർ, പിന്നെ കോഴിക്കോടാണല്ലോ. അപ്പൊ അറിയിക്കും. അപ്പൊ കണ്ണൂർ കുളപ്പം അറിയാം. അതറിയില്ല. കുളപ്പാന്ന് വെച്ചാൽ ഒരു സ്ഥലമുണ്ട്, കുളപ്പം, മൂടിയൊരു കാളം പറഞ്ഞ അങ്ങനത്തെ കുറെ സ്ഥലമുണ്ട്. പഴുത്തുപെട്ട ഒരു സ്ഥലമാണ് കുളപ്പ. ഞാൻ ആടെയാണ് ജനിച്ചത് ഹോസ്പിറ്റലിൽ. അതായത് ഞാൻ അതിനെന്തോ പറയുന്നുണ്ട്, നാറിന്നല്ല, അതായത് ആൾക്കാരെ വെറുപ്പിക്കലില്ലേ, ആളുകളെ വെറുപ്പിക്കുമ്പോ ഞാൻ വെച്ചാൽ എല്ലാ ആൾക്കാരും വെറുപ്പിക്കും. എല്ലാ വീട്ടിന്റെ അടപ്പിൽ ജനലിന്റെ മുട്ടിയിടും. അതായത് ഇവിടെ പറയാൻ പറ്റുമെന്ന് അറിയാതെ ശരിക്കും, അല്ല ഇവിടെ പറയണ്ടല്ല. കണ്ണൂരാണ് വീട് എന്ന് പറയുന്നുണ്ട്. ഈ മമ്മൂസ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട് കണ്ണൂരാണെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ണൂരിലുള്ള ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന കൊളപ്പ എന്ന് പറയുന്ന സ്ഥലം, ഈ സ്ഥലത്താണ് ഈ വ്യക്തി എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഈ ഇന്റർവ്യൂ കണ്ട സമയത്താണ് ഞാൻ അറിയുന്നത്. തൊപ്പിയൊക്കെ ഇതിന് കുറച്ച് അടുത്ത് ചെയ്യേണ്ട, അവർ അങ്ങോട്ടേക്കാണെന്നുള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷെ മമ്മൂസ് എന്ന് പറയുന്ന ഈ വ്യക്തി ഇവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഇന്റർവ്യൂയിലൂടെയാണ്, ഇവിടുന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു ദൂരം മാത്രമേ കൊളപ്പയിലേക്കുള്ളൂ. അപ്പോ അവിടെയാണ് ഈ വ്യക്തിയുടെ വീടെന്നാണ് പറയുന്നത്. അപ്പോ അവിടെ ഈ വ്യക്തിക്ക് നല്ല പേരല്ല എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തി കാട്ടിക്കൂട്ടിയ ഒരുപാട് കാര്യങ്ങൾ കാരണം ഈ മമ്മൂസ് എന്ന് പറയുന്ന ആൾക്ക്, ഈ കുട്ടിക്ക് അവിടെ ഒരു എന്താ പറയാ, നാട്ടുകാർക്കൊന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഈ മമ്മൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് നാട്ടുകാർക്ക് ഇവനെ ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവനെ നാറി എന്നുള്ള രീതിയിൽ നാട്ടുകാർ കാണുന്നത് എന്നുള്ളതിനുള്ള റീസൺ ഈ കുട്ടി പറയുന്നുണ്ട്, ഈ വ്യക്തി പറയുന്നുണ്ട്. എന്തായാലും ആ കുട്ടി അത് പറയുന്ന കേട്ടപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി. കാരണം ഒരു ക്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ വീട്ടുകാരുടെ, മറ്റുള്ള നാട്ടുകാരുടെ, അതിനടുത്തുള്ള വീട്ടുകാരുടെ ഒക്കെ, ഇവന്റെ വീടിന്റെ അടുത്തുള്ള വീട്ടുകാരുടെ ഒക്കെ വാതിലിൽ പോയിട്ടും ജനലിൽ പോയിട്ടും ഇവ മുട്ടും എന്ന് പറഞ്ഞു. വെറുതെ മുട്ടും, അവരെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം ഇവൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കൂടാതെ ഇവൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. പ്രത്യേകിച്ച് അപ്പുറത്തിരിക്കുന്നത് ഒരു ആങ്കർ പെൺകുട്ടിയാണ്, ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കണം. ശരിക്കും അതായത് അന്ന് എനിക്ക് അതായത് ബുദ്ധിയുണ്ട്, പക്ഷെ അതിന്റെ ഇതില്ല. എന്നാൽ അങ്ങനെ ചെയ്ത ഒരു കാര്യം പറ, നാട്ടുകാർ എത്രമാത്രം വെറുപ്പിച്ചു, എന്താ ചെയ്തത്? വെറുപ്പിച്ചെന്ന് വെച്ചാൽ ഒരു പെണ്ണുണ്ട്, പെണ്ണിന്റെ പേര് വെളിപ്പെടുത്തുന്നത്. അതായത് ഞാൻ പണ്ട് വെച്ചാൽ ഭയങ്കര ഇതാണ്, ദേശക്കാരൻ വെച്ചാൽ അറിയാം, കലിപ്പൻ. അതായത് ഒരു പെണ്ണ് എനിക്ക് ഇപ്പോൾ, ഞാൻ ഇന്നാമ കൂടെ ആലോചിച്ചുള്ളൂ, നമുക്ക് അവളോട് ഇപ്പൊ സങ്കടമുണ്ട്. ഇഷ്ടമല്ല എനിക്ക് പെണ്ണുങ്ങളെ പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ലാതെ. ഇഷ്ടം വെച്ചാൽ ചില പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടും. കുടുംബശ്രീയാക്കാം, ഞാൻ കാര്യം പറയാല, ചോദിക്കുന്ന രീതി പറയണേ. ഇത് കഴിഞ്ഞ അടുത്ത. അപ്പൊ ആ ഒരു പെണ്ണുണ്ടായിരുന്നു, പെണ്ണിന്റെ പേരൊന്നും പറഞ്ഞു. പാല് മണിക്കാൻ പോക്കാം, അതായത് എന്റെ മുതന്മാരെ വീട്ടിലാണ് പാല് മണിക്കാൻ പോക്കാം.
അപ്പൊ പാല് പണിക്കാൻ വരുന്ന സമയത്ത് കണ്ടത്തിലാണ്. അപ്പൊ കണ്ടത്തിലാണ് ചെറിയൊരു ഇടവഴിയാണ്. ആ ഇടവഴി നാട് നിർത്തി ഞാൻ അവളെ കണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൊടുത്തു നിർത്തി. അല്ല, അതായത് എനിക്ക് അന്ന് അത്ര വയസ്സില്ല, എനിക്ക് അന്നേരം 15-16 വയസ്സേ ഉള്ളൂ. ഞാൻ ഒന്ന് വിളക്കൊന്ന് കൊടുത്തു. പക്ഷെ എന്റെ പേരിൽ ഒന്നും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. അവളെ വീട്ടിലെ പക്ഷെ ആൾക്കാരോളെ വീട്ടിലെ ആൾക്കാരെല്ലാം പറഞ്ഞാൽ എനിക്ക് വീരാണ്ടാന്ന് അതുകൊണ്ട് ഈ കടിച്ചിട്ടുണ്ടാവും, നമ്മളെ പാല് പണിക്കൊന്നും വേണ്ട. ഒന്നാമത്തെ കാര്യം, നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ വാതിലും ജനലിലും പോയിട്ട് ഇവൻ കൊട്ടിയിട്ട് എല്ലാരും ശല്യപ്പെടുത്തുമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നാട്ടിൽ തന്നെയുള്ള വീടിനടുത്തുള്ള ഒരു കുട്ടി, ആ കുട്ടി നടന്നിട്ട് വരുന്ന സമയത്ത് ആ കുട്ടിയുടെ മുഖത്ത് ഇവൻ ഒരു പ്രകോപനവും ഇല്ലാതെ അടിച്ചു. ഇതൊക്കെ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയുള്ള ആൾക്കാർ കാണിക്കുന്ന സൈനുകളാണ്. സീരിയസ്ലി ഇതിനൊക്കെ കൗൺസിലിംഗ് വേണം. കാരണം ഇത് കൗൺസിലിംഗ് വേണമെന്ന് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഇതിന്റെ അപ്പുറം ഏറ്റവും അങ്ങേയറ്റം ഈ ഗോവിന്ദചാമിനെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. കഴിഞ്ഞ ദിവസം കണ്ണൂര് ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമി, ആ വ്യക്തി ചെയ്ത കുറ്റകൃത്യം, അതുമായിട്ട് അതായത് ആ ചെയ്ത കുറ്റകൃത്യം എന്താണ്, ആ കുട്ടീനെ ഇത്രയും മോശം രീതിയിൽ ഇങ്ങനെ ചെയ്തു അല്ലെ. ആ കുട്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ട്രോമ എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കുട്ടി ഇപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി എന്തൊക്കെ വലിയ ട്രോമയിലൂടെ ആയിരിക്കും ഇപ്പൊ കടന്നു പോകുന്നുണ്ടാവുക. ആ കുട്ടിക്ക് പിന്നെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരാളുടെ അടുത്ത് പെരുമാറാനോ ആ ട്രോമ വെച്ചിട്ടായിരിക്കും ആ കുട്ടി ജീവിതകാലം മുഴുവൻ ജീവിക്കുന്നത്. അതേപോലെ അതേ രീതിയിലുള്ള തെറ്റ് ഇവൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, ഇത് കണ്ടപ്പോ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നിയില്ല. കാരണം ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ റീലായിട്ട് ഒരാൾ കണ്ടതാണ്. അപ്പോഴാണ് ഞാൻ ഇന്റർവ്യൂ പോയിട്ട് കാണുന്നത്. ഇന്റർവ്യൂ പോയി കാണുന്ന സമയത്ത് ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിന് താഴെ വീഡിയോ ഇങ്ങനെ കമന്റുകളും കാര്യങ്ങളായിട്ട് വരുന്നവരെ സമ്മതിക്കണം. കാരണം നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളുണ്ട്, പോട്ടെ, നിങ്ങളുടെ വീട്ടിലെ കാര്യം പോട്ടെ. ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിക്ക് അച്ഛൻ ഉപേക്ഷിച്ചു പോയതാണെന്ന് പറഞ്ഞു 5 വയസ്സിൽ. പക്ഷെ അമ്മയുണ്ടല്ലോ, ഉമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ ഉമ്മ എന്ന് പറയുന്ന വ്യക്തി, ആ ഒരു വ്യക്തിന്റെ അടുത്താണ് ഈ മമ്മു കാണിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഇനി അപ്പം എന്താണ് ഇവൻ കാണിച്ചെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. അപ്പൊ ആദ്യം നമുക്ക് അതിലേക്ക് വരാം. ഇപ്പൊ ഈ 2 കാര്യങ്ങൾ ഇവൻ ചെയ്തു. ഇനി മൂന്നാമതായിട്ട് ഏറ്റവും വലിയ കാര്യം ഇവൻ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. കണ്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നിങ്ങൾ പറഞ്ഞില്ലേ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് അതെന്താ സംഭവം? ജനലിൽ ഇറങ്ങി വിളിക്കും, അതുപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാണ്? അതെല്ലാം അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു തല. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ ആരും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ കുളിച്ചിനൊക്കെ? അതിലും മമ്മു ബെസ്റ്റാ. അതിലും മമ്മു ബെസ്റ്റാ. കാരണം അവാർഡ് കിട്ടുന്ന കാര്യമാണല്ലോ മമ്മു ചെയ്തേക്കുന്നത്. അവാർഡ് കൊടുക്കണം, കാരണം അത്രയും വലിയ കാര്യമാണ് മമ്മു ചെയ്തേക്കുന്നത്. അതുപോലെയാണ് അപ്പുറത്തിരിക്കുന്ന ആങ്കറിന്റെ ഇത്. മമ്മുനെ പിടിക്കത്തില്ലല്ലേ, കാരണം മമ്മു ചെയ്തേക്കുന്ന അത്രയും വലിയ അവാർഡ് കിട്ടുന്ന കാര്യമാണല്ലോ. വളരെയധികം പുച്ഛം ഈ ചാനലിനോട്, ഈ ചാനലിൽ ഇരിക്കുന്ന ഈ ആങ്കറിനോടും. എന്തൊക്കെ ചാനലുകാർ നിർബന്ധിച്ചിട്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂ എടുക്കുന്നത് അല്ലെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാലും ശരി, എന്തൊക്കെയാണെങ്കിലും ശരി, കുറച്ചെങ്കിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ കുറച്ചെങ്കിലും റെസ്പെക്ട് ഉള്ള, സെൽഫ് ലവ് ഉള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്ക് നേരിട്ടാൽ ഒരു സ്ത്രീക്ക് അത് എങ്ങനെയായിരിക്കും അത് ഫീൽ ചെയ്യാം, എത്രത്തോളം ട്രോമയായിരിക്കും ഈ കുട്ടി ഒളിഞ്ഞു നോക്കുന്നു എന്ന് പറയുന്നു. അതവന്റെ വീട്ടിന്റെ അടുത്തുള്ള അവന്റെ നാട്ടുകാരായിട്ടുള്ള അവരുടെ അടുത്ത് പോയിട്ട് അവർ കാണാതെ അവരറിയാതെ അവരുടെ വീട്ടിലെ ടോയ്ലറ്റിൽ കുളിക്കുന്ന സമയത്ത് ഇവൻ ഒളിഞ്ഞു നോക്കുന്നതാണ് പറയുന്നത്. ഒരു ക്രൈമാണിത്. ഈ ക്രൈമിനെയാണ് നോർമലൈസ് ചെയ്തിട്ട് ഈ കാണുന്നവർ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിലുള്ള അമ്മ പെങ്ങന്മാര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ? നിങ്ങളുടെ അടുത്താണെങ്കിൽ അല്ലെങ്കിൽ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ലേ? നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടാണ് ഇവൻ ഒളിഞ്ഞു നോക്കുന്നതെങ്കിൽ അത് കണ്ടാൽ നിങ്ങൾ ഇവനെ സപ്പോർട്ട് ചെയ്യോ? അല്ലെങ്കിൽ ഈ പറയുന്ന ആങ്കറിനെ വന്നിട്ട് ആങ്കറിന്റെ അടുത്താണ് ഇവനിങ്ങനെ കാണിച്ചെങ്കിലോ, ക്യൂരിയോസിറ്റി കൊണ്ടല്ലേ നീ കാണിച്ചത് എന്ന് പറയൂ ഇവള്? സത്യമായിട്ടും എനിക്കിത് കണ്ടപ്പോ ഉണ്ടല്ലോ, ഇത്രയും വലിയൊരു ക്രൈം ചെയ്തൊരു വ്യക്തിനെയാണ് ഇരുത്തിയിട്ട് ചിരിച്ചു മറിഞ്ഞ് അവള് അപ്പുറത്തുനിന്ന് ഇങ്ങനെ കളിക്കുന്നേ. ഇതിന് താഴെ പൂജാകൃഷ്ണയുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഇതിനൊരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിന്റെ താഴെ ഒരു പൂജാകൃഷ്ണ അയച്ചിട്ടുണ്ടായിരുന്നു. പൂജാകൃഷ്ണൻ ഇതിനു മുമ്പ് ഈ ഒരു ചാനലിൽ ആങ്കർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ചാനൽ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ചാനൽ അവരെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെയാണ്, അവര് നിർബന്ധിച്ചിട്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ,
ആ ഒരു സ്ത്രീയല്ലേ അവിടെ ഇരിക്കുന്നത്. ഇത്രയും മോശം രീതിയിൽ തരം താഴ്ന്ന രീതിയിൽ ഇവന്റെ ഫോളോവേഴ്സ്, ഈ തൊപ്പിയുടെ, ഈ MRS തൊപ്പിയുടെ ഫോളോവേഴ്സ്, ഇവന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും കുട്ടികൾ തന്നെയാണ്. അതുപോലെ ആ ഏജിലുള്ള ആൾക്കാരിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് ഇവരെന്താണ് ഈ ഒരു ഇന്റർവ്യൂ വഴി കൊടുക്കുന്ന ഒരു ഉപദേശം, അല്ലെങ്കിൽ എന്താണ് ഇവർ കൊടുക്കുന്നത്? പോട്ടെ, ഇവൻ കടന്നു വന്ന വഴികള്, കാര്യങ്ങള് നല്ല നല്ല രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഓക്കെ. കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുക. ഇവനൊരു പെങ്ങളുണ്ട് എന്ന് വിചാരിക്കും, ഈ മമ്മു എന്ന് പറയുന്ന കുട്ടിക്ക്. ആ കുട്ടീന്റെ ഈ പെങ്ങള് കുളിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒളിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഇവരെങ്ങനെ സാധിക്കുന്നു ഇത് പറയാൻ? ഇനി അവൻ പറഞ്ഞു, അവൻ പറഞ്ഞ കാര്യം ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ സൊസൈറ്റിയിലേക്ക് കട്ടുപോലും ചെയ്യാതെ എന്റർടൈൻമെന്റ് ആണോ ഇത് എന്റർടൈൻമെന്റ് ആണെന്നാണോ നിങ്ങളെ വിചാരം? ഇതൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണോ നമ്മൾ എടുക്കേണ്ടത്? നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്കുക. ഇവൻ ഒരുപാട് ഈ കൊളപ്പായ എന്ന് പറയുന്ന നാട്ടിലുള്ള പെണ്ണുങ്ങൾ, ഇവന്റെ വീടിന്റെ അടുത്തുള്ള പെണ്ണുങ്ങൾ, ആ സമയത്ത് ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ, കാര്യങ്ങള്, കുട്ടികൾ, അവരെല്ലാം അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് ഇവൻ എല്ലാവരുടെയും, ഇവനൊരു സഹായം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, അത് വേറെ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയാണ് ആങ്കർ പറയുന്നത്, ഒരു ക്യൂരിയോസിറ്റി. കാരണം ഇവള് കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നാളെ മുമ്പോട്ട് ഒളിഞ്ഞു നോക്കുമ്പോൾ ക്യൂരിയോസിറ്റി അല്ലേ മോനെ, നോക്കിക്കോന്ന് പറയുമായിരിക്കും അല്ലെ? ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം ഇത് കണ്ടപ്പോ ഉണ്ടല്ലോ, ഇത് ഏത് രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഒരു പെൺകുട്ടി കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇനി പോയിക്കോട്ടെ, ഇവൻ നോക്കിയതിൽ ചെറിയ കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, മനസ്സിലായോ? അവരുടെ ലൈഫിൽ ഇവൻ ചിലപ്പോൾ ഒളിഞ്ഞു നോക്കുന്നത് അവർ കണ്ടിട്ടുണ്ട് എന്ന് വിചാരിക്കും. ജീവിതകാലം മുഴുവൻ അവര് മരിക്കുന്നത് വരെ അവരുടെ ട്രോമ മാറത്തില്ല. ആ ട്രോമയിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? അങ്ങനെ പോകുന്ന ആൾക്കാര്, അവരുടെ ട്രോമാസ് ഇതിനെയൊക്കെ നിഷ്പക്ഷമായി തള്ളിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊന്നും വലിയ കാര്യമല്ല, ഇതൊരു ക്രൈം പോലുമല്ല, നോർമലാണ് ഒരാൾ കുളിക്കുമ്പോൾ പോയിട്ട് ഒളിഞ്ഞു നോക്കുക, അവരുടെ പ്രൈവസി ഒളിഞ്ഞു നോക്കുക എന്നുള്ളത് എന്നുള്ള രീതിയിൽ എങ്ങനെ സാധിക്കുന്നു? അത് ഒരു പെണ്ണാണ് അവിടെ ഇരുന്നിട്ട് പറയുന്നത്. അതാണ് എനിക്ക് ഏറ്റവും കണ്ടപ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അക്സെപ്റ്റ് ചെയ്യാന്നല്ല, ഇത് ഇങ്ങനൊരു കാര്യം എങ്ങനെ സാധിച്ചു? ലേശം ഉളുപ്പ് വേണ്ടേ? ഇനി ഇവൻ പറയുന്ന ബാക്കി കാര്യം കൂടി കേൾക്കാവേ. ഇതൊരു വൈബാണ്, അത്ര വൈബ്. അതൊക്കെ അപ്പൊ ചെയ്തോണ്ടിരുന്നത്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ പേരും വേറെ കൂടെ ഉണ്ടാവും. അപ്പൊ എന്നിട്ട് ആരെങ്കിലും പിടിച്ചിട്ടൊന്നുമില്ല? അത് ഫ്രണ്ടല്ല, ഇപ്പഴായിരിക്കും, പക്ഷെ അത്ര ഒരാൾ. ഓക്കെ, അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ അതേ വൈബുള്ള ഒരാള്, അതായത് ഈ കുളിസിന് ഒളിഞ്ഞു നോക്കുന്ന ഒരേ വൈബുള്ള ആള്, അതൊരു വൈബാണല്ലോ. ഈ ഒളിഞ്ഞു നോക്കുക എന്ന് പറയുന്ന ഒരു വൈബാണെന്നാണ് പറയുന്നത്. അതായത് ബാക്കിയുള്ള ഇവന്റെ അമ്മയും വെങ്ങളൊക്കെ കുളിക്കുന്ന സമയത്ത് ഇവൻ ഒളിഞ്ഞു നോക്കി അത് ഇവൻ വൈബാന്ന് പറയോ ഇവള്? അല്ലെങ്കിൽ ഇവള് കുളിക്കുന്ന സമയത്ത് അവൻ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് വൈബാന്ന് പറയോ ഈ വ്യക്തി? നമ്മളെന്തായാലും ഞാൻ അവനോട് ഇടാം, വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. അങ്ങനെ കുറെ കൂട്ടി പോയിട്ടുണ്ട്. അതായത് ഇതെല്ലാം രാത്രിയാണോ പോവാ? രാത്രിയാണോ പോകുന്നേ അത് രാവിലെ ആണോ പോകുന്നേ? ഇവളുടെ മുമ്പിലേക്ക് ഇനി ഗോവിന്ദചാമിനെയും കൂടിയേ കൂട്ടി ഇരുത്താനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഇവരെ നാളെ ഗോവിന്ദചാമിനെയും കൊണ്ട് ഇരുത്തിയിട്ട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് ഇത് ചെയ്തത് എന്നൊക്കെ ഇവർ ചോദിക്കും. അത്രയും കൾച്ചറില്ലാത്ത രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിമിനൽ മൈൻഡുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഇത്രയും കാര്യങ്ങൾ ഒരു നല്ല രീതിയിലുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കേണ്ട ഒരു കുട്ടിയാണത്. ആ കുട്ടീനെ ഇത്രയും സീരിയസ് ആയ ഒരു ഇഷ്യൂവിനെ കൈകാര്യം ചെയ്ത രീതി, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഷെയിം എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്താണ് നിങ്ങളുടെ സമൂഹത്തിന് മുന്നിലേക്ക് കൊടുക്കുന്നത്? നാളെ നീ എന്ന് പറയുന്ന ഈ അവതാരിക എന്ന് പറയുന്ന വ്യക്തി കുളിക്കുന്ന സമയത്തൊരു ഇവൻ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ്, മമ്മ ഒളിഞ്ഞു നോക്കുകയാണ്. ഹായ് എടാ, ക്യൂരിയോസിറ്റി കൊണ്ടാണോ? സാരമില്ല, നീ കണ്ടോ എന്ന് പറയായിരിക്കും, എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയുള്ളവർക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാണുന്ന നോർമലായിട്ടുള്ള സ്വാഭാവികമായിട്ടും നമ്മളെ പോലുള്ള സ്ത്രീകൾക്കോ പെൺകുട്ടികൾക്കോ ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്ത് രീതിയിൽ എങ്ങനെയാണ് ചിരിച്ചുകൊണ്ട്, ഇനിയിപ്പം ചാനലുകാർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ പോലും ചിരിച്ചുകൊണ്ട് ഇത്രയും നോർമലൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ എങ്ങനെ ഈ അവതാരികൾക്ക് കഴിഞ്ഞു? എത്ര വയസ്സുണ്ട്? അവനേക്കാളും എത്ര വയസ്സ് മൂത്തൊരു വ്യക്തിയായിരിക്കും ഈ അവതാരിക. അവൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു. ഇനി 18 വയസ്സിന് മൂത്തതാണോ താഴെയാണെന്ന് അറിയില്ല. ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അവന് പറ്റിയ മിസ്റ്റേക്കുകളെ പറ്റിയിട്ടാണ് അവൻ പറയുന്ന സമയത്ത് അതൊക്കെ നോർമൽ ആണെന്നുള്ള രീതിയിൽ നോർമലൈസ് ചെയ്തുകൊണ്ടാണ് അവൻ പറയുന്നത്.
അതായത് അവനത് പറയുന്നത് എന്ന് വെച്ചാൽ എനിക്ക് എന്തോ അവാർഡ് കിട്ടിയെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇവളതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഓ അങ്ങനെയാണോ ചെയ്തേ, ഇങ്ങനെയാണോ ചെയ്തേ, അതായത് ഇവ ഹിമാലയം കയറാൻ പോയത് അത്രയും കഷ്ടപ്പെട്ടിട്ട് കയറിയ മാതിരി, എന്നിട്ട് ഹിമാലയത്തിൽ എന്താണ് നീ ചെയ്തതെന്ന് ചോദിക്കുന്ന പോലെയാണ് പറയുന്നത്. നീ എങ്ങനെയാണ് പോയത്, രാത്രിയാണോ പോകുന്നത്, രാവിലെയാണോ പോകുന്നത്, എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് അവൻ തന്നെ ചോദിക്കുകയാണ് ഇവളോട്. ഒരു ക്രൈമിനെയാണ് നോർമലൈസ് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം സുരക്ഷിതത്വം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എപ്പോഴും ഞാൻ ഗേൾസിനോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ എപ്പോഴും അവെയർ ആയിട്ടിരിക്കുക. കാരണം ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. നമ്മൾ ചിലപ്പോൾ അറിയണമെന്നില്ല. ഇങ്ങനെയുള്ള ഞരമ്പ് രോഗികൾ, ഇതിന് മെയിൻ ആയിട്ടുള്ള ഞരമ്പ് രോഗികൾ എന്ന് പറയാം. ഇങ്ങനെയുള്ള ഞരമ്പന്മാരെയും ഞരമ്പ് രോഗികളെയും സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത്, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അങ്ങനത്തെ ആൾക്കാരായിരിക്കും. എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. ഇത്രയും വലിയൊരു കാര്യം കണ്ടിട്ടാണ് അത് ഒരു ഉളുപ്പില്ലാതെ പറയുന്നത്. രാത്രിയാണോ പോവാ? രാത്രി പകലിന് പോകും. അത് നമ്മുടെ വീടെന്ന് വെച്ചാൽ കുറെ മൊത്തം ഓടിട്ട വീടാണ്. ഓ അപ്പൊ ഓടിട്ടൊന്നുമില്ല. അതായത് ഓടിട്ട വീടാണ്. കണ്ണൂർ അധികം വീട് വെച്ചാൽ ഓടിട്ട വീടിന് പുറത്തായിരിക്കും ബാത്റൂം ഉണ്ടാവും, ഉള്ളിൽ അധികം ബാത്റൂം ഉണ്ടാവില്ല. അപ്പൊ പുറത്തുനിന്ന് പോയി ഒന്നോ. പിന്നെ അങ്ങനെ സീൻ ഉണ്ടായല്ലോ, എന്തെങ്കിലും പറയും. അങ്ങനത്തെ സീനോടൊക്കെയാണ് നാട്ടിലുള്ളവർക്ക് ഇത്ര വെറുപ്പ്. വെറുപ്പിച്ച് അങ്ങനെ കൂട്ടി നാട്ടിൽ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഉമ്മ എന്ത് പറയും? എന്തെങ്കിലും കുറ്റം പ്രശ്നം ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് എടുക്കില്ല. ഇല്ല, ശരിക്കും അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ശരിയാന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ ആൾക്കാർക്ക് എന്നോട് ഭയങ്കര ഇഷ്ടവും ഇതല്ലോ. എന്താ നമുക്കറിയില്ല. ഇപ്പൊ എന്തൊരു സ്നേഹമാണ് എല്ലാവർക്കും എന്നാണ് പറയുന്നത്. ഞാൻ ഈ വ്യക്തിയുടെ വീഡിയോ സ്ഥിരമായിട്ട് സ്ട്രീം കാര്യങ്ങൾ ഇതൊന്നും കാണുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഇവരുടെ വീഡിയോസ് ഷോർട്ട് ക്ലിപ്പുകളായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അതുപോലെ തന്നെ തൊപ്പിയുടെ കൂടിയുള്ളതാണെങ്കിലും മറ്റേ ഇവരുടെ കൂടിയുള്ള ആദിൽ എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കൂട്ടത്തിലുള്ള ചെക്കൻ, അവരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം. കാരണം ഇവരുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ ഇതിൽ ഏറ്റവും ഇളയ കുട്ടിയുടെ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോ ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തിയുടെ അടക്കം വീഡിയോസ് കാണുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് വളരെയധികം പുച്ഛവും ഇനി ഈ ഒരു വ്യക്തിയോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി. കാരണം ഇത്രയും വലിയൊരു ക്രൈം ചെയ്തൊരു കുട്ടി കൗൺസിലിങ്ങിന് കൊണ്ടുപോകണം, കൗൺസിലിംഗ് കൊണ്ടുപോയിട്ട് ഇവനെ നേരാക്കി കൊണ്ടുവരണം. ഒരു ഇത്രയും ക്രൈമുകൾ ചെയ്യാൻ ഒരു ക്രൈം അല്ല ഇവൻ പറയുന്നത് നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചു എന്നല്ല പറയുന്നത്. വെറുപ്പിക്കുന്നതിന്റെ അങ്ങേയറ്റം അവരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവൻ ചെയ്തേക്കുന്നത്. സ്ത്രീകളെ വളരെയധികം മോശം രീതിയിൽ അപമാനിക്കുന്ന കാര്യങ്ങളാണ് ഇവൻ ചെയ്തേക്കുന്നത്. ഇത് മെന്റലി ഡിസ്റ്റർബിംഗ് ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എന്തോ പോലെ ആവുകയാണ്. കാരണം ഇത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നൊരു കാര്യം, ഇവിടെ അടുത്താണ്, ഒരു അരമണിക്കൂറേ ഉള്ളൂ ഇവിടുന്ന് കുളപ്പയിലേക്ക്. അവിടെയുള്ള വീട്ടുകാരെ മൊത്തം ഇവൻ ഒളിഞ്ഞു നോക്കി എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ? എന്നിട്ട് അത് നോർമലൈസ് ചെയ്തിട്ട് ഒരു ചാനലിൽ വന്നിട്ട് അവർ സംസാരിക്കുക, അത് പുറത്തു വിടാന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ ഇത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു ചാനലിനെ പറ്റിയിട്ട് അവിടെയുള്ള പൂജ കൃഷ്ണ തന്നെ താഴെ വന്ന് കമന്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തന്നെ, അതായത് ക്യൂട്ട്നെസ് ഓവർലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പൂജക്കെതിരെ ഒരുപാട് കമന്റുകൾ വരാറുണ്ട്. പക്ഷെ ഇതൊക്കെ ഇവര് പറഞ്ഞ് ചെയ്യിക്കുന്നതാണെന്നുള്ള രീതിയിൽ പൂജയും വന്നിട്ട് കമന്റ് ഇട്ടിട്ട് ഞാനത് ഇവിടെ വെക്കാം. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കണ്ട.